നമസ്കാരം. ദിശ PSCയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ദഹനവും പോഷക സംവഹനവും എന്ന ഭാഗമാണ്. അപ്പോൾ ഇതിൽ ദഹനത്തെ പറ്റിയും അതുപോലെ ദഹനത്തിന് സഹായിക്കുന്ന ഭാഗങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മത്തെയും പറ്റിയാണ്. ഏതൊക്കെ പോഷക ഘടകങ്ങളുണ്ട്, അവയുടെയൊക്കെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്നതാണ് പറയുന്നത്. അപ്പം നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ പലതരത്തിലുള്ള പോഷക ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. ഈ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകത്തിൻ്റെ ധർമ്മം എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുക. ചെയ്യുന്നതാരാണ്? ധാന്യകങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മമാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രധാനമായിട്ടും നൽകുന്ന ആളാണ് ആര്? ധാന്യകം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. അടുത്ത വരുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം. എന്താ ചെയ്യുന്നത്? ശരീര നിർമ്മാണ ഘടകമാണ് ഏത്? പ്രോട്ടീൻ. ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഘടകം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പ്രോട്ടീനാണ്. ശരീര നിർമ്മാണ ഘടകം ഏതാണ്? പ്രോട്ടീനാണ്. അതുപോലെ കൊഴുപ്പ് എന്താണ് ചെയ്യുന്നത്? ശരീരത്തിന് ഊർജം നൽകുന്നതോടൊപ്പം കോശ വളർച്ചയെ സഹായിക്കുന്നതും ആരാണ്? കൊഴുപ്പാണ്. അപ്പോൾ ഈ പറയുന്ന ധാന്യകത്തിൻ്റെ അഭാവത്തിൽ ഊർജം പ്രദാനം ചെയ്യുക എന്നതും ആരുടെ ധർമ്മമായിട്ട് വരുന്നുണ്ട്? നമ്മുടെ കൊഴുപ്പിൻ്റെ ധർമ്മമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഊർജം നൽകുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ധർമ്മമാണ് കോശ വളർച്ചയ്ക്ക് സഹായിക്കുന്നു. ഇനി ധാതുക്കൾ എന്താ ചെയ്യുന്നത്? വളർച്ച, വികാസം, ആരോഗ്യം എന്നിവ പ്രദാനം ചെയ്യുന്നത് ധാതുക്കളാണ്. വളർച്ച, വികാസം, ആരോഗ്യം എന്നിവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഏത്? ധാതുക്കൾ. ഇരുമ്പ്, അതൊക്കെ എന്താണ്? ധാതുക്കളാണല്ലേ. ഇനി വിറ്റാമിനുകൾ എന്ത് ചെയ്യുന്നു? രോഗപ്രതിരോധ ശേഷി അതുപോലെ ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കുന്ന വിറ്റാമിനുകളാണ്. ഇനി ജലമാണെങ്കിൽ ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുന്നുണ്ട്. അതുപോലെ നിർജ്ജലീകരണം തടയുന്നതും ജലമാണ്. അപ്പോൾ പോഷക ഘടകങ്ങളും അവയുടെ ധർമ്മവുമാണ് പറയുന്നത്. പോഷക ഘടകങ്ങളിൽ ധാന്യകങ്ങളുണ്ട്. ധാന്യങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്. അവ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജം പ്രദാനം ചെയ്യുന്ന ധാന്യങ്ങളാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ വരാം, ശരീരത്തിന് ആവശ്യമായ ഊർജം പ്രദാനം ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? അവിടെ ധാന്യകമാണ്. ഈ ധാന്യങ്ങളുടെ അഭാവത്തിലാണ് ആര് ഊർജം പ്രദാനം ചെയ്യുന്നത്? കൊഴുപ്പ് ഊർജം പ്രദാനം ചെയ്യുന്നത്. അതുപോലെ കോശ വളർച്ചയെ സഹായിക്കുന്നതും ആരാണ്? കൊഴുപ്പാണ്. എന്നാൽ ശരീര നിർമ്മാണ ഘടകം ഏതെന്ന് ചോദിച്ചാൽ ആൻസർ ഏതാണ്? പ്രോട്ടീനാണ്. വളർച്ച, വികാസം, ആരോഗ്യം എന്നിവയ്ക്ക് സഹായിക്കുന്ന ധാതുക്കൾ. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി, ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായിക്കാറുണ്ട് ആര്? വിറ്റാമിനുകൾ. ശരീരത്തിൻ്റെ ഊഷ്മാവ് നിയന്ത്രിക്കുകയും നിർജ്ജലീകരണം തടയുകയും ചെയ്യുന്നത് ആരാണ്? ജലമാണ്. ക്ലിയർ ആണല്ലോ. ഇനി എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ്. നമ്മൾ ഈ പറഞ്ഞ പോഷക ഘടകങ്ങളെല്ലാം തന്നെ ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണത്തെ പറയുന്ന പേരാണ് എന്ത്? സമീകൃത ആഹാരം. ഇനി അടുത്തൊരു ടേം വരുന്നത് ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നൊരു ടേമുണ്ട്. അതായത് ഒരു പ്ലേറ്റിൻ്റെ പകുതി ഭാഗം പഴങ്ങളും പച്ചക്കറികളും, 1/4 ഭാഗം ധാന്യങ്ങളും, 1/4 ഭാഗം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും, ഒരു ഗ്ലാസ് പാലോ പാലുൽപ്പന്നങ്ങളോ ഇതെല്ലാം ചേർന്ന് അടങ്ങിയതാണ് ഒരു ഫുഡ് പ്ലേറ്റ്. അതായത് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഘടകങ്ങളും കൂടി ചേർന്നതിനെയാണ് നമ്മൾ ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ സമീകൃത ആഹാരം എന്താണെന്ന് വെച്ചാൽ എല്ലാ പോഷക ഘടകങ്ങളും ശരിയായ അനുപാതത്തിൽ ലഭിക്കുന്ന ഭക്ഷണമാണ് ഏത് വരുന്നത്? സമീകൃത ആഹാരം. ഇനി പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ആഹാര സ്വീകരണം അല്ലെങ്കിൽ ഇൻജഷൻ. മറ്റൊന്ന് ദഹനം, ആഹാരം സ്വീകരിക്കുന്നു, അതിനുശേഷം എന്ത് ചെയ്യുന്നു? ദഹിപ്പിക്കുന്നു, ഡൈജഷൻ. പിന്നെ ഉള്ളത് ഈ ദഹിച്ച ആഹാരത്തിൽ നിന്ന് നമുക്ക് പോഷക ഘടകങ്ങൾ എന്ത് ചെയ്യണം? ആഗിരണം ചെയ്യണം. അതാണ് എന്ത്? ആഗിരണം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ. പിന്നെ ഉള്ളത് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. എന്താണ് സ്വാംശീകരണം? ഈ പറയുന്ന ആഗിരണം ചെയ്ത ഭക്ഷണത്തെ അല്ലെങ്കിൽ ആഗിരണം ചെയ്ത പോഷക ഘടകത്തെ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഏത്? സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ.
അതുപോലെ ലാസ്റ്റ് പ്രോസസ്സാണ് ഇത് വിസർജനം അല്ലെങ്കിൽ എക്സ്ക്രീഷൻ. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കളെ എന്ത് ചെയ്യുന്നു അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി വരുന്ന ഭാഗങ്ങളെ പുറന്തള്ളുന്ന പ്രക്രിയയാണ് ഇത് വിസർജനം. അപ്പോൾ പോഷണ പ്രക്രിയയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് ആഹാര സ്വീകരണമുണ്ട്, ദഹനം, ആഗിരണം, സ്വാംശീകരണം, വിസർജനം. ഇതെല്ലാം തന്നെ എന്താണ് പോഷണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ഇനി നമ്മുടെ ലഘുഘടനയുള്ള ജീവികളിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകും തോറും എന്ത് ചെയ്യുന്നു? പോഷണ പ്രക്രിയ സങ്കീർണമാകുന്നു. നമുക്കറിയാം പ്രോക്യാരിയോട്സിലൊക്കെ ആണെങ്കിൽ എന്താണ് ഇത്രത്തോളം സങ്കീർണമായിട്ടുള്ള ഘടകങ്ങളൊന്നും വരുന്നില്ല. അതായത് ഈ ഒരു പോഷണ പ്രക്രിയ എന്ന് പറയുന്നത് ഇത്രയും സങ്കീർണമായിട്ടൊന്നും പോകാറില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ മനുഷ്യൻ്റെ ദഹനമാണെങ്കിൽ എന്താണ് ഒരു 4-5 മണിക്കൂറൊക്കെ നീണ്ടു നിൽക്കുന്നതാണ്. അപ്പോൾ സങ്കീർണ ഘടനയുള്ള ജീവികളിലേക്ക് പോകും തോറും പോഷണ പ്രക്രിയ എന്താവുന്നു? സങ്കീർണമായിട്ട് മാറുന്നു. ഇനി നമുക്ക് ആദ്യമായിട്ട് അമീബയിലെയും ഹൈഡ്രയിലെയും പോഷണ പ്രക്രിയയെ പറ്റി നോക്കാം. എങ്ങനെയൊക്കെയാണ് അവയിൽ പോഷണം നടക്കുന്നത്? ഒന്ന്, അമീബയാണെങ്കിൽ നമുക്കറിയാം ശരീരഘടന എന്താണ്? ഏകകോശ ജീവിയാണ് അല്ലേ? അമീബ എന്താണ്? ഒരു ഏകകോശ ജീവിയാണ് അമീബ. അതേസമയം ഹൈഡ്രയാണെങ്കിൽ എന്താണ്? ഒരു ബഹുകോശ ജീവിയാണ് ഹൈഡ്ര. അപ്പോൾ നമ്മൾ ഏകകോശ ജീവിയിലും ബഹുകോശ ജീവിയിലും നടക്കുന്ന പോഷണ പ്രക്രിയകളെ താരതമ്യം ചെയ്യുകയാണ്. അതിൽ ഏകകോശ ജീവി ഏതാണ്? അമീബയാണ്. ബഹുകോശ ജീവിയായിട്ട് എടുത്തിരിക്കുന്നത് ഹൈഡ്രയാണ്. ഇതിൽ അമീബയുടെ ആഹാര സ്വീകരണ ഉപാധി ഏതാണെന്ന് ചോദിച്ചാൽ കപടപാദം, സ്യൂഡോപോഡിയ അല്ലെങ്കിൽ കപടപാദമാണ്. അപ്പോൾ അമീബ ഏത് വഴിയാണ് ആഹാരത്തെ സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതാണ്? കപടപാദങ്ങൾ വഴിയാണ് അമീബ എന്ത് ചെയ്യുന്നത്? ആഹാരത്തെ സ്വീകരിക്കുന്നത്. അതേസമയത്ത് ഹൈഡ്രയാണെങ്കിൽ എങ്ങനെയാണ് ആഹാരത്തെ സ്വീകരിക്കുന്നത്? ടെൻഡക്കിൾ എന്ന് പറയുന്ന ഒരു സ്വീകരണ ഉപാധി ഉപയോഗിച്ചുകൊണ്ടാണ് ഹൈഡ്ര എന്ത് ചെയ്യുന്നത്? ആഹാരം സ്വീകരിക്കുന്നത്. അപ്പോൾ അമീബയുടെ ആഹാര സ്വീകരണ ഉപാധി കപടപാദമാണ്, ഹൈഡ്രയുടേത് ഏതാണ്? ടെൻഡക്കിളാണ്. ഇനി ദഹനം നടക്കുന്ന ഭാഗം, അമീബയ്ക്കാണെങ്കിൽ എവിടെ വെച്ചാണ് ദഹനം നടക്കുന്നത്? കോശത്തിനകത്ത് വെച്ചാണ് അമീബയുടെ ദഹനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം കോശാന്തരിക ദഹനം എന്ന് പറയാം. അമീബയിൽ നടക്കുന്ന ദഹനം ഏതാണ്? കോശാന്തരിക ദഹനമാണ് എവിടെ നടക്കുന്നത്? അമീബയിൽ നടക്കുന്നത്. എന്നാൽ ഹൈഡ്ര എന്ന് പറയുന്നത് എന്താണ്? ഒരു ബഹുകോശ ജീവിയാണ്. അപ്പോൾ ഹൈഡ്രയിൽ കോശത്തിനകത്തും ദഹനം നടക്കുന്നുണ്ട്, കോശത്തിന് പുറത്ത് വെച്ചും ദഹനം നടക്കുന്നുണ്ട്. അപ്പോൾ കോശാന്തരിക ദഹനമുണ്ട്, ബാഹ്യ ദഹനവും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ദഹനം നടക്കുന്നത് കോശത്തിന് അകത്ത് മാത്രമാണെങ്കിൽ അല്ലാണ് അമീബയിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏകകോശ ജീവിയിൽ നടക്കുന്നുണ്ട്. ബഹുകോശ ജീവിയായിട്ടുള്ള ഹൈഡ്രൈഡ് ആണെങ്കിൽ എന്ത്? കോശത്തിനകത്തും നടക്കുന്നുണ്ട്, കോശത്തിന് പുറത്തും നടക്കുന്നുണ്ട്. ഇനി ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് ഏത് വഴിയാണ്? അമീബയാണെങ്കിൽ അത് കോശത്തിൻ്റെ ഉപരിതലത്തിലൂടെയാണ് പുറന്തള്ളുന്നത്, അതായത് ആ ഒരു കോശസ്ഥലത്തിലൂടെ പുറന്തള്ളുന്നു. എന്നാൽ ഹൈഡ്രയാണെങ്കിൽ വായിലൂടെയാണ് അത് പുറന്തള്ളുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഏകകോശ ജീവിയിലെയും ബഹുകോശ ജീവിയിലെയും പോഷണ പ്രക്രിയകളാണ് പറയുന്നത്. അതിൽ അമീബ എന്ന് പറയുന്ന ഒരു ഏകകോശ ജീവിയാണ്. അത് ആഹാരം സ്വീകരിക്കുന്നത് ഏതുപയോഗിച്ചാണ്? കപടപാദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് സ്വീകരിക്കുന്നത്. അതുപോലെ കോശത്തിനകത്ത് വച്ചാണ് ദഹനം നടക്കുന്നത്. ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളുന്നത് കോശോപരിതലത്തിലൂടെയാണ്. എന്നാൽ ബഹുകോശ ജീവിയായിട്ടുള്ള ഹൈഡ്രയാണെങ്കിൽ ആഹാരത്തെ സ്വീകരിക്കുന്നത് ടെൻഡക്കിൾ എന്ന ഭാഗം ഉപയോഗിച്ചാണ്. കോശത്തിനകത്തും പുറത്തും വച്ച് ദഹനം നടക്കുന്നുണ്ട്. അതുപോലെ ദഹനാവശിഷ്ടങ്ങൾ പുറന്തള്ളുന്ന ഭാഗം ഏതാണ്? അത് വായാണ്. ക്ലിയർ ആണല്ലോ? ഇനി ഈ അമീബയിൽ ആഹാരത്തെ ഉള്ളിലാക്കാൻ സഹായിക്കുന്ന ഭാഗം, കോശത്തിനുള്ളിലാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണ്? കപടപാദമാണ്. അതുപോലെ അമീബയുടെ കോശത്തിനുള്ളിലെ ഫുഡ് വാക്യൂളിലെത്തിയ ആഹാരത്തെ എൻസൈമുകൾ എന്ത് ചെയ്യുന്നു? ദഹിപ്പിക്കുന്നു. നമ്മൾ പറഞ്ഞു അമീബയിൽ കോശത്തിനുള്ളിൽ വച്ചാണ് ദഹനം നടക്കുന്നത്. കോശത്തിനുള്ളിൽ ഒരു ഫുഡ് വാക്യൂൾ എന്ന് പറഞ്ഞൊരു ഭാഗം വരുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ആഹാരത്തെ എന്ത് ചെയ്യുന്നു? എൻസൈമുകൾ ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എന്തെന്നറിയപ്പെടുന്നത്? കോശാന്തരിക ദഹനം. അമീബയിൽ നടക്കുന്നത് ഏതാണ്? കോശാന്തരിക ദഹനമാണ് ഏതിൽ നടക്കുന്നത്? അമീബയിൽ നടക്കുന്നത്. കാരണം അതിനുള്ളിൽ വെച്ചാണ്, കോശത്തിനുള്ളിൽ എത്തിയതിന് ശേഷം ആ ഒരു ഫുഡ് വാക്യൂളിൽ എത്തിയതിന് ശേഷമാണ് ആഹാരത്തെ എന്ത് ചെയ്യുന്നത്? ദഹിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോശാന്തരിക ദഹനമാണ് അമീബയിൽ നടക്കുന്നത്. ഓക്കെ, ഇനി അമീബയിൽ ആഹാരാവശിഷ്ടങ്ങൾ പുറന്തള്ളുന്ന ഭാഗം നമ്മൾ പറഞ്ഞത് തന്നെയാണ്, കോശത്തിൻ്റെ ഉപരിതലത്തിലൂടെയാണ്. ഇനി ഹൈഡ്രയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഇരയെ മരവിപ്പിച്ച് വായ്ക്കുള്ളിലാക്കി ശരീര അറയിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഭാഗം ഏതാണത്? ടെൻഡക്കിളാണ്. ഹൈഡ്രയിലാണെങ്കിൽ അത് ടെൻഡക്കിൾ തന്നെയാണ്. ഹൈഡ്രയുടെ ശരീര അറയുടെ ഉൾഭിത്തിയിലെ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വെച്ച് ദഹനം ആരംഭിക്കുന്നു. നമ്മൾ പറഞ്ഞു ഹൈഡ്രയിൽ രണ്ടുമുണ്ട് അല്ലേ? കോശ ബാഹ്യ ദഹനമുണ്ട്, കോശ ആന്തരിക ദഹനമുണ്ട്. കോശ ബാഹ്യ ദഹനം എന്ന് വെച്ചാൽ എന്താണ്? ഇതിൻ്റെ ശരീരത്തിൻ്റെ അറയിലെ ഉൾഭിത്തിയിലെ
കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനത്താൽ ശരീര അറയിൽ വച്ചിട്ട് ദഹനം ആരംഭിക്കുന്നു. അതാണെന്ത് കോശ ബാഹ്യ ദഹനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ കോശാന്തരിക ദഹനമുണ്ട്, ഉള്ളിൽ വെച്ചിട്ടുമുണ്ട്. ഹൈഡ്രയുടെ കോശത്തിനുള്ളിലെത്തുന്ന ഭാഗികമായി ദഹിച്ച ഘടകങ്ങളെ ഫുഡ് വാക്യൂളിലെ എൻസൈമുകൾ പൂർണ്ണമായും ദഹിപ്പിക്കുന്നു. അതാണെന്ത് കോശാന്തരിക ദഹനം എന്നറിയപ്പെടുന്നത്. ഓക്കെ, അതായത് ഉള്ളിൽ വെച്ച് നടക്കുന്നുണ്ട്. ആദ്യം എന്താ ചെയ്യുന്നത്? കോശത്തിന് പുറമെയാണ്, കോശത്തിന് അതായത് അതിൻ്റെ പുറമെ ശരീരത്തിൻ്റെ അറയിൽ വച്ചിട്ടുള്ള ദഹനമാണ് ആദ്യം നടക്കുന്നത്. അതിന് വേണ്ടിയിട്ട് എൻസൈമുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. ഇതാണെന്ത് കോശ ബാഹ്യ ദഹനം ഹൈഡ്രയിൽ നടക്കുന്നു. ഇനി ഇതിൽ ഭാഗികമായിട്ട് ദഹിച്ച ആഹാരം കോശത്തിനുള്ളിലെത്തിയിട്ട് ഫുഡ് വാക്യൂളിലെ എൻസൈമുകളുമായിട്ട് ചേർന്ന് എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും അത് ദഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് എന്ത് കോശാന്തരിക ദഹനം. അപ്പോൾ ഓർത്ത് വയ്ക്കുക, അമീബയിലാണെങ്കിൽ കോശ ആന്തരിക ദഹനമാണ് നടക്കുന്നത്, ഹൈഡ്രയിലാണെങ്കിൽ രണ്ടും നടക്കുന്നു. ഹൈഡ്രയിലെ ഭക്ഷണാവശിഷ്ടങ്ങൾ പുറന്തള്ളപ്പെടുന്നത് വായിലൂടെയാണ്. ഓക്കെ, ഇനി എന്താണ് ദഹനം അല്ലെങ്കിൽ ഡൈജഷൻ? നമുക്കറിയാം, സങ്കീർണമായിട്ടുള്ള ആഹാര ഘടകങ്ങളെ എന്താക്കി മാറ്റുന്നു? ലഘുവായിട്ടുള്ള ഘടകങ്ങളാക്കി മാറ്റുന്ന പ്രക്രിയയാണ് ഇത് ദഹനം. സങ്കീർണമായ ആഹാര പദാർത്ഥങ്ങളെ ആഗിരണത്തിന് വേണ്ടി ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നു. ഇപ്പം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ധാന്യകമുള്ള ചോറ് കഴിച്ചെന്ന് വിചാരിക്കാം. ഈ ചോറിനെ അതേപോലെ നമുക്ക് ആഗിരണം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിനെ ഏറ്റവും സിമ്പിൾ ഫോമിലോട്ട് മാറ്റണം. ഗ്ലൂക്കോസ് എന്ന രൂപത്തിലോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രക്ടോസ് അല്ലെങ്കിൽ സൂക്രോസ് ഒക്കെ ആക്കി മാറ്റണം. ഇതിനെന്താണ്? ഗ്ലൂക്കോസ് ആക്കി മാറ്റിയാൽ പിന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വീണ്ടും വിഘടിപ്പിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു രൂപത്തെയാണ് എന്ത് ചെയ്യുന്നത്? ആഗിരണം ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന സങ്കീർണമായിട്ടുള്ള ആഹാര ഘടകങ്ങളെ ആഗിരണം ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇത്തരത്തിൽ സിമ്പിളായിട്ടുള്ള ഘടകങ്ങളാക്കിയാൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ആഗിരണം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് മാറ്റുന്ന ആ ഒരു പ്രക്രിയയ്ക്ക് പറയുന്ന പേര് ലഘു ഘടകങ്ങളാക്കുന്ന പ്രക്രിയയാണ് ഇത് വരുന്നത് ദഹനം. ഇതിൽ ദഹനത്തിന് സഹായിക്കുന്ന ആരാണ് മെയിനായിട്ട്? പല്ലുകൾ അല്ലേ. പല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തെ ചവച്ചരയ്ക്കുന്നതിലൂടെയും ആമാശയത്തിലെയും ചെറുകുടലിലെയും പേശികളുടെ ശക്തമായ സങ്കോചങ്ങളിലൂടെയും ആഹാരം എന്തായിട്ട് മാറുന്നു? ചെറുകണികകളായിട്ട് മാറുന്നു. അതായത് ഈ ആഹാരത്തിൻ്റെ ദഹനം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ടൈപ്പിൽ പറയാം. ആഹാരത്തിൻ്റെ ദഹനം എന്ന് പറയുന്നത് രണ്ട് തരത്തിലായിട്ട് പറയാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് യാന്ത്രിക ദഹനം. ഓക്കെ, ഒന്ന് യാന്ത്രിക ദഹനവും വരുന്നുണ്ട്, മറ്റൊന്ന് രാസിക ദഹനം. ഓക്കെ, ഇത് രണ്ടുമാണ് ഈ ദഹനത്തിൻ്റെ രണ്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്, രണ്ട് ഘട്ടങ്ങൾ എന്ന് പറയുന്നത്. യാന്ത്രിക ദഹനം അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തെ ചവച്ചരയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമാശയത്തിലെയും ചെറുകുടലിലെയും ഒക്കെ പേശികളുടെ സങ്കോചം, നമ്മളൊരു പെരിസ്റ്റാൾസിസ് എന്ന് പറഞ്ഞിട്ട് ടൈം പഠിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ആഹാരം ചെറിയ കണികകളായിട്ട് മാറുന്നതാണ് എന്ത്? യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ആഹാരത്തിന് രാസിക ദഹനം അല്ലെങ്കിൽ കെമിക്കൽ ഡൈജഷൻ നടക്കാറുണ്ട്. അതെന്താണ്? എൻസൈമുകളുടെ പ്രവർത്തനം അല്ലേ. പലതരത്തിലുള്ള എൻസൈമുകളുണ്ട് നമ്മുടെ ഈ ദഹന വ്യവസ്ഥയിലെ ഭാഗങ്ങളിൽ. അതിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള എൻസൈമുകൾ വരുന്നുണ്ട്. ഈ എൻസൈമുകളുടെ പ്രവർത്തനത്തിൽ എന്ത് ചെയ്യുന്നു? സങ്കീർണമായിട്ടുള്ള പോഷക ഘടകങ്ങൾ ആഗിരണ യോഗ്യമായിട്ടുള്ള ലഘു ഘടകങ്ങളാക്കി മാറ്റുന്നത് രാസിക ദഹനം. അപ്പോൾ എൻസൈമിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ അത് രാസിക ദഹനമാണ്. എന്നാൽ പല്ലുകളുടെയും മറ്റ് ചില പേശികളുടെയൊക്കെ സങ്കോച പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് ദഹനം നടക്കുന്നതെങ്കിൽ അത് ഏതാണ്? മെക്കാനിക്കൽ ഡൈജഷനാണ് അല്ലെങ്കിൽ യാന്ത്രിക ദഹനമാണ്. ക്ലിയർ ആണേ? ഇനി അയവിറക്കുന്ന ജീവികളുടെ ആമാശയത്തിൽ ഒരു 4 അറകളാണുള്ളത്. ഇപ്പോൾ പശു, ആട് പോലുള്ള ജീവികളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആമാശയത്തിന് ഒരു 4 അറകളാണുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഓർത്ത് വയ്ക്കുക. റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. അയവിറക്കുന്ന ജീവികളുടെ ആമാശയത്തിലെ 4 അറകൾ ഏതൊക്കെയാണ്? ഒന്ന് റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. ഓക്കെ, ഇനി അതുപോലെ ഈ ആഹാരത്തിലെ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് തുടങ്ങിയ ഘടകങ്ങളെ റൂമനിലും റെറ്റിക്കുലത്തിലുമുള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ വിഘടിപ്പിക്കുന്നു. ഈ സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഒക്കെ എവിടെയാണ് ഉള്ളത്? നമ്മൾ പറഞ്ഞത് സസ്യങ്ങളിലാണ് അല്ലേ. ഇപ്പോൾ പശു, ആടൊക്കെ എന്താണ്? പുല്ലല്ലേ കഴിക്കുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ എന്തുണ്ട്? സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഘടകങ്ങളെ എന്ത് ചെയ്യുന്നു? അതിൻ്റെ ആമാശയത്തിലുള്ള അറകളായിട്ടുള്ള റൂമനിലും റെറ്റിക്കുലത്തിലും ഒക്കെ ഉള്ള സൂക്ഷ്മജീവികൾ ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈമുകൾ എന്ത് ചെയ്യുന്നു? വിഘടിപ്പിക്കുന്നു. ഇനി അയവിറക്കുന്ന ജീവികളിലെ ആഹാരത്തിൻ്റെ താൽക്കാലിക സംഭരണ കേന്ദ്രം ഏതെന്ന് ചോദിച്ചാൽ ഏത് ഭാഗമാണ്? റൂമനാണ്. അയവിറക്കുന്ന ജീവികളിലെ ആഹാരത്തിൻ്റെ താൽക്കാലിക സംഭരണ കേന്ദ്രമായിട്ട് വരുന്നത് ഏത് അറയാണെന്ന് ചോദിച്ചാൽ അത് റൂമനാണ്. ഓക്കെ,
അപ്പോൾ ഇത്രയും ഒരു കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നമ്മുടെ ആഹാരത്തിൻ്റെ ദഹനം, അതായത് അയവിറക്കുന്ന ജീവികളിൽ ആമാശയത്തിന് 4 അറകളാണ് വരുന്നത്. ഒന്ന് റൂമൻ, റെറ്റിക്കുലം, ഒമാസം, അപമാസം. ഇതിൽ റെറ്റിക്കുലത്തിലും അതുപോലെ റൂമനിലും വെച്ച് സെല്ലുലോസ്, ഹെമി സെല്ലുലോസ് ഒക്കെ ദഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജീവികളിലെ ആഹാരത്തിലെ താൽക്കാലിക സംഭരണ കേന്ദ്രം എന്ന് പറയുന്നത് ഏതാണ്? റൂമനാണ്. ഓക്കെ, ഇനി അടുത്ത വരുന്നത് നമ്മുടെ പല്ലിൻ്റെ ഘടനയാണ്. പല്ലിൻ്റെ ഘടന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ പല്ലിൽ പല ടൈപ്പ് വരുന്നുണ്ട് അല്ലേ. പല്ലുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആഹാരത്തെ കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനും ഒക്കെയാണ് സഹായിക്കുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ പല്ലിൻ്റെ ഇനാമലാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? പല്ലിൻ്റെ ഇനാമലാണ്. ഇനാമൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും പുറം ഭാഗത്ത്, പല്ലിൻ്റെ ഏറ്റവും പുറമേ ആയിട്ടാണ് ഇനാമൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ നിർജീവമായ പദാർത്ഥമാണ്. പല്ലിൻ്റെ നിർജീവമായിട്ടുള്ള പുറം കവചത്തെ പറയുന്ന പേരാണെന്ത്? ഇനാമൽ. ഇനി പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കല. പല്ല് നിർമ്മിച്ചിട്ടുള്ള ജീവനില്ലാത്ത കല ഏതാണ്? അത് ഏതാണ്? ഇനാമലാണ്. പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണെങ്കിൽ അത് ഡെൻറ്റൈനാണ്. അതുപോലെ തന്നെ പല്ലിൻ്റെ മറ്റൊരു ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് എന്ന മൃദുവായ യോജക കല കാണപ്പെടുന്ന പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് ഏത് വരുന്നത്? പൾപ്പ് ക്യാവിറ്റി. അപ്പോൾ ഏതൊക്കെയായി? ഇനാമല്, ഡെൻറ്റൈൻ, അതുപോലെ പൾപ്പ് ക്യാവിറ്റി. ഇനി ഒരു ഭാഗവും കൂടി വരുന്നുണ്ട്, അതേതാണ്? സിമൻറ്റം. സിമൻറ്റം എന്ന് പറയുന്നത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന കാൽസ്യം അടങ്ങിയ യോജക കലയാണ് ഏത്? സിമൻറ്റം. അതായത് പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയ്ക്ക് പറയുന്ന പേരാണ് സിമൻറ്റം. അതുപോലെ നമ്മൾ പൾപ്പ് ക്യാവിറ്റി പറഞ്ഞു അല്ലേ, അവിടെയാണ് എന്തൊക്കെ കാണപ്പെടുന്നത്? രക്തക്കുഴലുകൾ, നാഡികൾ, ഒഡൻഡോബ്ലാസ്റ്റ് കോശങ്ങളൊക്കെ കാണപ്പെടുന്നത് പൾപ്പ് ക്യാവിറ്റിയിലാണ്. അപ്പോൾ പല്ലിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇനാമല്, ഡെൻറ്റൈൻ, പൾപ്പ് ക്യാവിറ്റി, അതുപോലെ സിമൻറ്റം. ഇതെല്ലാമാണ് ഏത് വരുന്നത്? പല്ലിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നത്. ഇനി ഇതാണ് നമ്മുടെ പല്ലിൻ്റെ ഘടന എന്ന് പറയുന്നത്. ഇതാണ്. ഇതിൽ ഏറ്റവും പുറമേ ആയിട്ട് വരുന്ന ഈ ഭാഗത്തെയാണ് എന്ത് വരുന്നത്? ഏറ്റവും പുറമേ ആയിട്ട് വരുന്ന ഭാഗമാണ് ഇത് ഇനാമൽ. പല്ലിൻ്റെ ഇനാമൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇനാമൽ നമുക്കറിയാം എന്താണ്? ജീവനില്ലാത്ത ഭാഗമാണ് ഇനാമൽ. ഇനി ജീവനുള്ള ഭാഗമാണ് ഏത് വരുന്നത്? ഡെൻറ്റൈൻ. ഡെൻറ്റൈൻ പല്ലിലെ ജീവനുള്ള ഭാഗമാണ് ഡെൻറ്റൈൻ. അതുപോലെ ഈ ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? പൾപ്പ് ക്യാവിറ്റി. പൾപ്പ് ക്യാവിറ്റി ഇവിടെയാണ് എന്തൊക്കെ കാണപ്പെടുന്നു എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളും നാഡികളും ഒക്കെ കാണപ്പെടുന്നുണ്ടല്ലേ. ഇവിടെ എന്താണ്? രക്തക്കുഴലും അതുപോലെ നാഡികളൊക്കെ ഉള്ള ഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുന്ന അല്ലെങ്കിൽ അതിനെ ഉറപ്പിച്ച് നിർത്തുന്ന ഒരു ഭാഗമാണ് ഏത്? സിമൻറ്റം. സിമൻറ്റം പല്ലിനെ മോണയിലെ കുഴികളിലായിട്ട് ഉറപ്പിച്ച് നിർത്തുന്ന ആ ഒരു യോജക കല, കാൽസ്യം അടങ്ങിയ യോജക കലയ്ക്ക് പറയുന്ന പേരാണ് സിമൻറ്റം. ഏറ്റവും പുറമേ ആയിട്ട് ഇനാമലാണ്, നിർജീവമായിട്ടുള്ള പദാർത്ഥമാണ്. എന്നാൽ ജീവനുള്ള പദാർത്ഥം ഏതാണ്? ഡെൻറ്റൈനാണ്. അതുപോലെ രക്തക്കുഴലുകൾ, നാഡികളൊക്കെ കാണപ്പെടുന്ന ഭാഗമാണ് ഇത് വരുന്നത് പൾപ്പ് ക്യാവിറ്റി. അതുപോലെ സിമൻറ്റം എന്താണെന്ന് വെച്ചാൽ അതിനെ ഉറപ്പിച്ച് നിർത്തുന്ന യോജക കലയാണ് ഏത് വരുന്നത്? സിമൻറ്റം. ഓക്കെ ആണോ? ഇനി അതുപോലെ വിഴുങ്ങൽ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ മെക്കാനിക്കൽ ഡൈജഷൻ എന്ന് പറഞ്ഞു, അതിനകത്താണ് മെയിനായിട്ട് ഈ ഒരു വിഴുങ്ങൽ എന്ന് പറയുന്നൊരു പ്രോസസ്സ് വരുന്നത്. യാന്ത്രിക ദഹനം. ചവച്ചരയ്ക്കൽ പ്രക്രിയയിൽ നാവ്, ഉമിനീര് എന്നിവ സഹായിക്കാറുണ്ട്. ചവച്ചരയ്ക്കാൻ വേണ്ടി നാവിൻ്റെ ചലനങ്ങളും അതുപോലെ തന്നെ ഉമിനീരും ഒക്കെ സഹായിക്കുന്നുണ്ട്. നാക്ക് എന്ത് ചെയ്യുന്നു? ആഹാരത്തെ അണ്ണാക്കിൻ്റെ സഹായത്തോടു കൂടി അമർത്തി ഉരുളകളാക്കുന്നു. അതുപോലെ ഗ്രസനിയിലേക്ക് തുറക്കുന്ന നാസാഗഹ്വരത്തെ ചെറുനാക്ക് അടയ്ക്കുന്നു. ഗ്രസനി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന പൊതുവായിട്ടുള്ളൊരു ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് എന്ത്? ഗ്രസനി. ഗ്രസനി അല്ലെങ്കിൽ ഫാരിങ്സ്. അപ്പോൾ ഈ ഗ്രസനിയിലേക്ക് വരുന്ന നാസാഗഹ്വരം, നാസാഗഹ്വരം എന്ന് വെച്ചാൽ നമ്മുടെ ശ്വസനവായു കയറിപ്പോകുന്ന ആ ഒരു ഭാഗം, ആ ഒരു നാസാഗഹ്വരത്തെ ചെറുനാക്കടയ്ക്കുന്നു. അതായത് നമ്മൾ ഈ കഴിക്കുന്ന ആഹാരം ഈ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഒരു ഭാഗമാണ് ഏത്? ചെറുനാക്ക്. ഓക്കെ ആണോ? നമ്മൾ കഴിക്കുന്ന ആഹാരം ഗ്രസനിയിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന, ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ഏത് വരുന്നത്? ചെറുനാക്ക്. ഗ്രസനി എന്ന് പറയുമ്പോൾ ഏതൊക്കെ? ശ്വാസനാളവും ഉണ്ട്, അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഒരു ഭാഗമാണ് ഏത് വരുന്നത്? ചെറുനാക്ക്. ഇനി നാക്കിൻ്റെ പിൻഭാഗം ആഹാരത്തെ എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിധാനം
എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിധാനം. എപ്പിഗ്ലോട്ടിസിന് മുകളിലൂടെ എവിടേക്ക് കടത്തിവിടുന്നു? അന്നനാളത്തിലേക്ക് കടത്തിവിടുന്നു. അതായത് ഈ പറയുന്ന ആഹാരം നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഒരു അടപ്പ് പോലുള്ള ഭാഗമാണ് ഏത്? എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിധാനം എന്ന് പറയുന്നത്. കഴിക്കുന്ന ആഹാരം ശ്വാസനാളത്തിലേക്ക് കടക്കാതെ തടയുന്ന ഒരു അടപ്പ് പോലുള്ള ഒരു ഭാഗം വരുന്നുണ്ട്. അതിനെയാണ് ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങൾ ശ്വാസനാളത്തിലേക്ക് കടക്കാതെ സംരക്ഷിക്കുന്ന ഭാഗമാണ് ഏത്? ക്ലോമപിധാനം അല്ലെങ്കിൽ എപ്പിഗ്ലോട്ടിസ്. അപ്പോൾ ഈ ഒരു ക്ലോമപിധാനവും അതുപോലെ തന്നെ ചെറുനാക്കും ഒക്കെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആഹാരത്തെ നേരെ എവിടേക്ക് തന്നെ കടത്തിവിടുന്നത്? അന്നനാളത്തിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്നത്. ആഹാരം അന്നനാളത്തിലേക്ക് കടക്കാതിരിക്കാൻ ശ്വാസനാളം മുകളിലേക്ക് ഉയർന്ന് എപ്പിഗ്ലോട്ടിസ് കൊണ്ട് അടയ്ക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ ആ ഒരു ഭാഗത്തിൻ്റെ സ്ട്രക്ചറാണ് പറയുന്നത്. അണ്ണാക്കുണ്ട്, അതുപോലെ ചെറുനാക്ക് സഹായിക്കുന്നുണ്ട്. ഗ്രസനി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ് ഗ്രസനി. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ക്ലോമപിധാനം, അതായത് അടയ്ക്കുന്ന ഒരു അടപ്പ് പോലുള്ള ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? ക്ലോമപിധാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അന്നനാളവും ശ്വാസനാളം ഇത് രണ്ടും ആരംഭിക്കുന്ന ഭാഗം എവിടെയാണത്? ഗ്രസനിയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഒരു രീതിയിലൂടെയാണ് നമ്മുടെ വിഴുങ്ങൽ പ്രക്രിയ നടക്കുന്നത്. അപ്പോൾ ആഹാരം കടന്നു പോകുന്ന ഭാഗങ്ങളിൽ എന്താണ്? ഗ്രസനിയുണ്ട്. അതായത് ഗ്രസനി എന്ന് വെച്ചാൽ നമ്മുടെ നാക്ക് ആഹാരത്തെ ആദ്യം എന്ത് ചെയ്യുന്നു? അണ്ണാക്കിൻ്റെ സഹായത്തോടുകൂടി അമർത്തി ഉരുളകളാക്കുന്നു. എന്നിട്ട് അത് നേരെ താഴേക്ക് പോകുന്ന സമയത്ത് അവിടെ ശ്വാസനാളവുമുണ്ട് അന്നനാളവും ഉണ്ടായിരിക്കും. അപ്പോൾ അന്നനാളത്തിലേക്ക് തന്നെ ഇത് കടന്നു പോകണം, ശ്വാസനാളത്തിലേക്ക് കടക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഭാഗങ്ങളാണ് ചെറുനാക്കുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എപ്പിഗ്ലോട്ടിസ് അല്ലെങ്കിൽ ക്ലോമപിധാനം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് നമ്മുടെ ആഹാരം നേരെ എവിടേക്ക് തന്നെ കടന്നു പോകാൻ സഹായിക്കുന്നുണ്ട്? അന്നനാളത്തിലേക്ക് തന്നെ കടന്നു പോകാൻ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മുടെ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യത്തെ ഭാഗമാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ദഹന വ്യവസ്ഥയെ പറ്റി കൂടുതൽ കാര്യങ്ങളുണ്ട്. അത് മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക്